നമസ്കാരം. ലോകത്തിലെ ഏറ്റവും വലിയ അധികാര കേന്ദ്രമായ മനുഷ്യനൊപ്പം മാത്രമല്ല, ലോകത്തിലെ ഏറ്റവും വലിയ സ്ത്രീലമ്പടനും താന്തോന്നിയും വിടുവായനും ഒരു പരിധിവരെ സൈക്കോ എന്ന് വിശേഷിപ്പിക്കാവുന്ന ശതകോടീശ്വരനൊപ്പമാണ് അവർ ജീവിക്കുന്നത്. തൻ്റെ ഭർത്താവിന് മറ്റ് 2 ഭാര്യമാരിലായി 4 കുട്ടികളുണ്ട്. എന്നിട്ടും അവർ ആ കുടുംബത്തിലെ എല്ലാവർക്കും അമ്മയായി. പോൺ സ്റ്റാറുകൾക്ക് പണം കൊടുത്തത് അടക്കമുള്ള നിരവധി ലൈംഗികാപവാദ കേസുകൾ ഭർത്താവിൻ്റെ പേരിൽ വരുമ്പോഴും അവർ പിടിച്ചു നിന്നു. ട്രംപിൻ്റെ ഭാര്യയായി എന്നത് കൊണ്ട് മാത്രമാണ് മെലാനിയ ട്രംപും വിവാദക്കുരുക്കിൽ പെടുന്നത് തന്നെ. ലോകത്തിലെ ഏറ്റവും ബുദ്ധിമുട്ടേറിയ പണികളിൽ ഒന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഭാര്യയായിരിക്കുക എന്നത്. അമേരിക്കയുടെ പ്രഥമ വനിത മെലാനിയ ട്രംപ് ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ ചരിത്രം തിരുത്തിയ ഒരു സ്ത്രീ തന്നെയാണ്. ക്ഷമ, സഹിഷ്ണുത തുടങ്ങിയവയുടെ റോൾ മോഡലായി ഈ മുൻ മോഡലിനെ വാഴ്ത്തുന്നവരുണ്ട്. എന്നാൽ ഇപ്പോൾ മെലാനിയ ട്രംപും വലിയ വിവാദത്തിലായിരിക്കുകയാണ്. ഇറ്റലിയിലെ ശരാശരി മോഡൽ മാത്രമായിരുന്ന അവർ പിന്നീട് US കുടിയേറിയതിനും ഡൊണാൾഡ് ട്രംപിൻ്റെ ഭാര്യയായതിനും പിന്നിൽ കഥകളുണ്ട് എന്ന വെളിപ്പെടുത്തലുകളുമായി ഡൊണാൾഡ് ട്രംപിൻ്റെ ജീവചരിത്രം എഴുതിയ മൈക്കൽ വൂൾഫ രംഗത്തെത്തിയിരിക്കുകയാണ്. മെലാനിയയ്ക്ക് സമ്പന്നർക്ക് പെൺകുട്ടികളെ കാഴ്ചവെച്ച കോടീശ്വരനായ ജെഫ്രി എപ്സ്റ്റീനുമായി ബന്ധമുണ്ട് എന്ന ആരോപണം അമേരിക്കയെ പിടിച്ചു കുലുക്കുകയാണ്. വായിൽ വെള്ളിക്കരണ്ടിയുമായി ജനിച്ച ആളല്ല അമേരിക്കയുടെ ഇന്നത്തെ പ്രഥമ വനിത. കഷ്ടപ്പാടിൻ്റെയും ദുരിതത്തിൻ്റെയും പാത താണ്ടിയാണ് അവർ ഇന്ന് കാണുന്ന നിലയിലേക്ക് ഉയർന്നത്. 1970 ഏപ്രിൽ 26-ന് സ്ലൊവേനിയയിലെ ലോവർ കാർണിയോള മേഖലയിലെ നഗരമായ നോവോ മെസ്റ്റോയിലാണ് അവർ ജനിക്കുന്നത്. ശരിക്കുള്ള പേര് മെലാനിജ നാവസ് എന്നാണ്. പിന്നീട് 16-ാം വയസ്സിൽ മോഡലിംഗിലേക്ക് കടന്നപ്പോൾ പേര് മെലാനിയയാക്കി മാറ്റുകയായിരുന്നു. അന്ന് സോഷ്യലിസ്റ്റ് ഫെഡറൽ റിപ്പബ്ലിക് ഓഫ് യുഗോസ്ലവിയയുടെ ഭാഗമായിരുന്നു സ്ലൊവേനിയ. പിതാവ് വിക്ടർ നാവസ് ഒരു കാർ ഡ്രൈവറായിരുന്നു. അമ്മ അമാലിജ നാവസ് കുട്ടികളുടെ വസ്ത്രനിർമ്മാണ ഫാക്ടറിയിലായിരുന്നു ജോലി നോക്കിയിരുന്നത്. മെലാനിയയ്ക്ക് ഇനസ് എന്ന ഒരു മൂത്ത സഹോദരിയും അവളുടെ പിതാവിൻ്റെ മുൻബന്ധത്തിൽ നിന്നുള്ള ഒരു മൂത്ത അർദ്ധ സഹോദരനും ഉണ്ട്. അവനെ മെലാനിയ കണ്ടിട്ടില്ല. ശാസ്ത്രീയ പരിശോധനയിലൂടെ സ്ഥിരീകരിച്ചിട്ടും ഡെനിസിൻ്റെ പിതൃത്വം അവരുടെ പിതാവ് നിഷേധിക്കുകയായിരുന്നു. മെലാനിയയുടെ പിതാവ് യുഗോസ്ലവിയയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ അംഗമായിരുന്നു. അന്ന് അതൊരു പക്ക നിരീശ്വരവാദ രാജ്യമായിരുന്നു. എന്നിരുന്നാലും മറ്റ് പലരെയും പോലെ അദ്ദേഹം തൻ്റെ പെൺമക്കളെ രഹസ്യമായി റോമൻ കത്തോലിക്കക്കാരായി മാമോദീസ മുക്കി. കമ്മ്യൂണിസ്റ്റ് സമൂഹങ്ങളിൽ താമസിക്കുന്ന മിക്കവരുമായും താരതമ്യപ്പെടുത്തുമ്പോൾ ഈ കുടുംബം ഭേദപ്പെട്ട നിലയിലായിരുന്നു. അവർ പലപ്പോഴും യൂറോപ്പിൻ്റെ മറ്റ് ഭാഗങ്ങളിലേക്ക് അവധിക്കാലം ആഘോഷിക്കാൻ പോയിരുന്നു. കുട്ടിക്കാലത്ത് അമ്മ ജോലി ചെയ്തിരുന്നതടക്കമുള്ള ഫാക്ടറിയിലെ തൊഴിലാളികളുടെ കുട്ടികളെപ്പോലെ മെലാനിയയും കുട്ടികൾ വസ്ത്രം ഉൾക്കൊള്ളുന്ന ഫാഷൻ ഷോകളിൽ പങ്കെടുത്തു. ചെറുപ്പം മുതലേ അവൾക്ക് ഫാഷനിൽ വലിയ താല്പര്യമുണ്ടായിരുന്നു. കൗമാരത്തിലെ തന്നെ അവർ സ്വന്തം വസ്ത്രങ്ങൾ ഇഷ്ടാനുസൃതം ഡിസൈൻ ചെയ്യുമായിരുന്നു. പഠിക്കാനും മിടുമിടുക്കിയായിരുന്നു. സ്ലൊവേനിയയിലെ ചെറുപ്പകാലം മുതൽ മെലാനിയയെ അമേരിക്ക സ്വാധീനിച്ചിരുന്നുവെന്ന് ജീവചരിത്രം പറയുന്നുണ്ട്. 16-ാമത്തെ വയസ്സിൽ സ്കൂൾ സ്പോൺസർ ചെയ്ത ഒരു ഷോയിൽ മോഡലിംഗ് ചെയ്ത മെലാനിയയെ സ്ലൊവേനിയൻ ഫാഷൻ ഫോട്ടോഗ്രാഫർ സ്റ്റെയിൻ ജെർക്കോയാണ് കണ്ടെത്തിയത്. ആ സമയത്ത് ഒരു മോഡലാകുന്നതിന് പകരം ഒരു ഫാഷൻ ഡിസൈനർ ആകാനാണ് മെലാനിയ ആഗ്രഹിച്ചിരുന്നത് എന്ന് ജീവചരിത്രം പറയുന്നുണ്ട്. ഇറ്റാലിയൻ സ്റ്റുഡിയോയായ സിനിസിറ്റയുടെ ഒരു മോഡലിംഗ് മത്സരത്തിൽ മെലാനിയ വിജയിച്ചത് ഒരു സിനിമയിൽ അഭിനയിക്കാൻ അർഹയാക്കുകയായിരുന്നു അവരെ. പക്ഷേ നിർമ്മാതാവ് ലൈംഗികമായി ഉപയോഗിക്കാൻ ശ്രമിച്ചപ്പോൾ അവരത് വിട്ടു. മോഡലിംഗ് ജോലി കണ്ടെത്താൻ അവർ യൂറോപ്പ് മുഴുവൻ യാത്ര ചെയ്തു. 1992-ൽ ജന മാഗസിൻ ലുക്ക് ഓഫ് ദ ഇയർ മത്സരത്തിൽ മെലാനിയയെ റണ്ണറപ്പായി തിരഞ്ഞെടുത്തു. അത് അതിൻ്റെ മികച്ച 3 മത്സരാർത്ഥികൾക്ക് അന്താരാഷ്ട്ര മോഡലിംഗ് കരാർ വാഗ്ദാനം ചെയ്തു. അങ്ങനെയാണ് അവർ പ്രശസ്തയാകുന്നത്. സ്പോർട്സ് ഇല്ലസ്ട്രേറ്റഡ്, വാനിറ്റി ഫെയർ, വോഗ് തുടങ്ങിയ മാസികകൾക്ക് വേണ്ടി അവർ മോഡലായി. ഇതോടെ ഇറ്റലി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഒരു മോഡലുകളെ മാനേജ് ചെയ്യുന്ന പൗലോ സാമ്പല്ലി മെലാനിയയെ തൻ്റെ രാജ്യത്തേക്ക് കൊണ്ടുവന്നു. ഇദ്ദേഹത്തിൻ്റെ ID മോഡൽസ് എന്ന മോഡലുകളെ വിതരണം ചെയ്യുന്ന കമ്പനിയിൽ അവർ അംഗമായി. പൗലോ സാമ്പല്ലിക്ക് അമേരിക്കയിലും നല്ല പിടിപാടുണ്ടായിരുന്നു.
അദ്ദേഹത്തിന്റെ അടുത്ത സുഹൃത്തായിരുന്നു വിവാദ നായകൻ ജെഫ്രി എപ്സ്റ്റീൻ. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ സ്വയം ഉപയോഗിക്കുകയും വമ്പന്മാർക്ക് കാഴ്ചവെക്കുകയും ചെയ്ത വ്യക്തിയാണ് സ്റ്റീൻ. അതുവഴി അദ്ദേഹം പൊടുന്നനെ സമ്പന്നനാവുകയും അധികാരം ആർജിക്കുകയും ചെയ്തു. പൗലോ സാംബൊലി മെലാനിയയെ ഇറ്റലിയിൽ നിന്നും അമേരിക്കയിലേക്ക് കടത്തിയത് ഐൻസ്റ്റീൻ വിസ ഉപയോഗിച്ചാണ്. സാധാരണയായി ശാസ്ത്ര മേഖലകളിൽ വൻ സംഭാവന ചെയ്തവർക്ക് നൽകുന്നതാണത്രേ ഐൻസ്റ്റീൻ വിസ എന്നും ആരോപിക്കപ്പെടുന്നു. ഈ പ്രത്യേക വിസ മെലാനിയയ്ക്ക് സംഘടിപ്പിച്ച് നൽകിയതിന് പിന്നിൽ എപ്സ്റ്റീൻ്റെ കരങ്ങളുണ്ട് എന്നും ആരോപിക്കപ്പെടുന്നുണ്ട്. ശരിക്കും ഒരു റോയൽ പിമ്പ് എന്ന് വിളിക്കാവുന്ന മനുഷ്യനാണ് ജയിലിൽ കിടന്ന് മരിച്ച ജെഫ്രി എപ്സ്റ്റീൻ. സെലിബ്രിറ്റികളുടെയും ഉന്നത രാഷ്ട്രീയക്കാരുടെയും ബിസിനസ്സുകാരുടെയും ലൈംഗിക ആവശ്യങ്ങൾക്കായി പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ കടത്തി എന്ന കുറ്റമാണ് ഇയാൾക്ക് നേരെ ചുമത്തപ്പെട്ടത്. ന്യൂയോർക്ക് സിറ്റിയിലെ പ്രമുഖ വിദ്യാലയമായ ഡാൾട്ടൺ സ്കൂളിലെ ഗണിത അധ്യാപകനായി കരിയർ തുടങ്ങിയ ജെഫ്രി 1970കളിൽ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കായ ബെയർ സ്റ്റേൺസിൽ ജോലി ആരംഭിച്ചതോടെ തന്റെ ജീവിതം മാറ്റിമറിച്ച നിക്ഷേപ ലോകത്തേക്കുള്ള യാത്ര 1982 സ്വന്തം സ്ഥാപനമായ ജെ എപ്സ്റ്റീൻ ആൻഡ് കോ സ്ഥാപിച്ചു. 100 കോടിയിലധികം വരുമാനമുള്ളവർക്ക് പ്രത്യേക സേവനങ്ങൾ വാഗ്ദാനം ചെയ്ത എപ്സ്റ്റീൻ പ്രമുഖരുമായി വ്യക്തിബന്ധം സ്ഥാപിച്ചു. ഇപ്പോൾ എപ്സ്റ്റീൻ വിവാദ ജീവിതവുമായി താരതമ്യപ്പെടുത്തിയാണ് മെലാനിയയെ കൊണ്ടുവരുന്നത്. ട്രംപുമായി പിണങ്ങിയപ്പോൾ ഇലോൺ മസ്കാണ് എപ്സ്റ്റീൻ ഫയലുകൾ പുറത്തുവിടണമെന്ന ആവശ്യം ആദ്യമായി ഉയർത്തിയത്. ഡൊണാൾഡ് ട്രംപും മെലാനിയയും എപ്സ്റ്റീനൊപ്പം നിൽക്കുന്ന 2000-ലെ ഒരു ഫോട്ടോയും പുറത്തു വന്നിട്ടുണ്ട്. തീർത്തും യാദൃച്ഛികമായിരുന്നു ട്രംപും മെലാനിയയും തമ്മിലുള്ള ആദ്യ കൂടിക്കാഴ്ച. 1998 ന്യൂയോർക്ക് ഫാഷൻ പാർട്ടിയിൽ വെച്ചാണ് അവർ കാണുന്നത്. രണ്ടാം ഭാര്യ മർല മെപ്പിൾസുമായി ട്രംപ് അകന്നു നിൽക്കുന്ന സമയമാണ് അത്. ബിസിനസ്മാനായ ട്രംപിനെ പറ്റി കേട്ടിട്ടുണ്ടായിരുന്നില്ല എങ്കിലും ആദ്യ കൂടിക്കാഴ്ചയിൽ മെലാനിയയ്ക്ക് അദ്ദേഹത്തെ തിരിച്ചറിയാനായില്ല എന്ന് അവർ പിന്നീട് പറഞ്ഞു. മെലാനിയ ഇരിക്കുന്ന മേശയ്ക്കരികിൽ വന്ന് ട്രംപ് സൗഹൃദ ഭാഷണം തുടങ്ങുകയായിരുന്നു. സ്ലൊവേനിയയിലും ന്യൂയോർക്കിലെയും ജീവിതത്തെപ്പറ്റി മെലാനിയ ട്രംപിനോട് സംസാരിച്ചു. ട്രംപിന് മെലാനിയയിൽ മതിപ്പ് തോന്നി. പാർട്ടിയിൽ പങ്കെടുക്കാൻ സുന്ദരിയായ മറ്റൊരു സ്ത്രീക്കൊപ്പമാണ് ട്രംപ് വന്നത്. ഒപ്പമുണ്ടായിരുന്ന സ്ത്രീ 1 മിനിറ്റ് നേരത്തേക്ക് മാറിയപ്പോൾ ട്രംപ് പണി പറ്റിച്ചു. ഉടനെ ട്രംപ് മെലാനിയയോട് ഫോൺ നമ്പർ ചോദിച്ചു. ഫോൺ നമ്പർ തരില്ല എന്നാണ് മെലാനിയ ആദ്യം പറഞ്ഞത്. ട്രംപിനൊപ്പം മറ്റൊരു സ്ത്രീ ഉണ്ടായിരുന്നു എന്നത് തന്നെയായിരുന്നു അതിന് കാരണം. സൗമ്യമായി താൻ അദ്ദേഹത്തിൻ്റെ ആവശ്യം നിഷേധിച്ചുവെന്നും ഒരു അഭിമുഖത്തിൽ പറയുന്നുണ്ടായിരുന്നു. പിന്നീട് സ്വന്തം നമ്പർ കൊടുക്കുന്നതിന് പകരം മെലാനിയ ട്രംപിന് നമ്പർ ചോദിച്ചു. ട്രംപ് അദ്ദേഹത്തിൻ്റെ ഓഫീസിലെയും അദ്ദേഹത്തിൻ്റെ വീട്ടിലെയും അടക്കം എല്ലാ നമ്പറുകളും നൽകി. ട്രംപിൻ്റെ ഊർജ്ജത്തിൽ മെലാനിയ അതിനകം തന്നെ ആകൃഷ്ടയായിരുന്നു. കൂടിക്കാഴ്ച കഴിഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ മെലാനിയ ട്രംപിനെ വിളിച്ചു. വൈകാതെ ഡേറ്റിംഗും തുടങ്ങി. 1 വർഷത്തിനകം മാർല മേപ്പിൾസിൽ നിന്ന് ട്രംപ് ഔദ്യോഗികമായി വിവാഹബന്ധം വേർപെടുത്തി. ആദ്യ ഭാര്യ ഇവാനയുമായുള്ള ബന്ധം നിലനിൽക്കുന്ന അവസരത്തിൽ തന്നെയാണ് മാർല മേപ്പിൾസിനെ വളച്ചെടുത്തത് ട്രംപ്. ഇപ്പോൾ അതിലും നല്ലതിനെ കണ്ടപ്പോൾ ട്രംപ് രണ്ടാമത്തെ ഭാര്യയെയും ഒഴിവാക്കി. 2004 മെറ്റ് ഗാല ഫാഷൻ ഷോയിൽ മെലാനിയയും ട്രംപും ജോഡികളായി പങ്കെടുത്തു. ഈ ഗ്ലാമറസ് ചടങ്ങിൽ വെച്ചാണ് ട്രംപ് മെലാനിയയെ പ്രപ്പോസ് ചെയ്യുന്നത്. മെലാനിയ സമ്മതം അറിയിച്ചു. തൊട്ടടുത്ത വർഷം ട്രംപിൻ്റെ ആഡംബര റിസോർട്ടിൽ വെച്ച് ഇരുവരും വിവാഹിതരാവുകയും ചെയ്തു. രണ്ട് ഭാര്യമാരിലായി 4 കുട്ടികൾ ഉണ്ടായിരുന്നു ട്രംപിന്. ഡൊണാൾഡ് ട്രംപ് ജൂനിയർ, ഇവാൻക, എറിക്, ടിഫാനി എന്നിവർക്ക് മെലാനിയ പ്രിയപ്പെട്ട അമ്മയായി. കോടികളുടെ സ്വത്തുള്ള ഈ വീട്ടിൽ കുടുംബകലഹമില്ലാതെ നോക്കിയതും അവരുടെ ഒറ്റ മിടുക്കാണ്. പക്ഷെ ഒരുപാട് വേദനിപ്പിക്കുന്ന സംഭവങ്ങളിലൂടെയും അവർ കടന്നുപോയിട്ടുണ്ട്. മകൻ ബാരൺ ട്രംപിന് ഓട്ടിസം ഉണ്ട് എന്ന കിംവദന്തികളിൽ തന്നെ തളർത്തിയെന്ന് മെലാനിയ ഓർമ്മക്കുറിപ്പിൽ പറയുന്നുണ്ട്. 2016 റിപ്പബ്ലിക്കൻ കൺവെൻഷനിലാണ് എല്ലാത്തിൻ്റെയും തുടക്കം. അന്ന് ആദ്യമായി പൊതുവേദിയിലെത്തിയ ബാരൻ്റെ മുഖഭാവങ്ങളും പ്രവൃത്തികളും പരിശോധിച്ച ചിലർ കുട്ടിക്ക് ഓട്ടിസം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് പ്രചരിപ്പിച്ചു. സാമൂഹിക മാധ്യമങ്ങളിലെ പല പ്രമുഖരും ഇക്കാര്യം പങ്കുവയ്ക്കുകയും ചർച്ചയാക്കുകയും ചെയ്തതോടെ വിഷയം ചൂടുപിടിച്ചു. എന്നാൽ ഇത്ര വലിയ വേദിയിൽ ആദ്യമായി പ്രത്യക്ഷപ്പെട്ടതിൻ്റെ അമ്പരപ്പായിരുന്നു മകനെന്നാണ് മെലാനിയ പറയുന്നത്. ഒരു അമ്മയെന്ന നിലയിൽ തന്നെ വിവാദം ഏറെ വിഷമിപ്പിച്ചതായും അവർ വെളിപ്പെടുത്തുന്നു. നേരത്തെ പ്രസിഡൻഷ്യൽ തിരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണങ്ങളുടെ സമയത്ത് ട്രംപ് പ്രസിഡന്റ് ആവുകയാണെങ്കിൽ പ്രഥമ വനിതയുടെ ചുമതലകൾ ഭാര്യ മെലാനിയ ട്രംപ് പൂർണ്ണമായും ഏറ്റെടുത്തേക്കില്ല എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നത്. 18-കാരനായ മകൻ ബാരൺ ട്രംപിനൊപ്പം സമയം ചിലവഴിക്കാൻ വേണ്ടിയാണ് അവർ ഇത്തരമൊരു തീരുമാനമെടുത്തത്. ന്യൂയോർക്ക് സിറ്റിയിലെ ഒരു സർവകലാശാലയിൽ ബാരൺ വൈകാതെ പഠനത്തിന് ചേരുമെന്നും സൂചനയുണ്ട്. പുതിയ ജീവിതത്തോടും നഗരത്തോടും പൊരുത്തപ്പെടാൻ ബാരണിനെ സഹായിക്കാൻ മെലാനിയ ആഗ്രഹിക്കുന്നുണ്ട്. അതിനാലാണ് ഔദ്യോഗിക ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ
ആഗ്രഹിച്ചതെന്നും മാധ്യമ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു. 2017 ട്രംപ് പ്രസിഡന്റായതിനു പിന്നാലെ ബൈഡന്റെ പഠന കാര്യങ്ങൾക്കായി വൈറ്റ് ഹൗസിലേക്ക് താമസം മാറ്റുന്നത് മെലാനിയ വൈകിപ്പിച്ചിരുന്നു. ആ സമയത്ത് ട്രംപിന്റെ മൂത്ത മകൾ ഇവാൻകയാണ് പ്രഥമ വനിതയുടെ ചുമതലകൾ ചെയ്തിരുന്നത്. ഇപ്പോഴും അവർ പ്രഥമ വനിത എന്ന ചുമതലയേക്കാൾ തന്റെ കുടുംബത്തിനാണ് അവർ പ്രാധാന്യം നൽകുന്നത്. ഇപ്പോൾ മറ്റൊരു വലിയ പ്രശ്നം മെലാനിയ നേരിടുന്നുണ്ട്. ലോകത്തിലെ ഏറ്റവും കരുത്തനായ മനുഷ്യൻ എന്ന് പറയുന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ഡിമെൻഷ്യയാണെന്ന അഭ്യൂഹങ്ങളും പുറത്തു വരികയാണ്. ചില സംഭവങ്ങളെ മുൻനിർത്തി ട്രംപിന്റെ ബൗദ്ധികാരോഗ്യം ക്ഷയിക്കുകയാണെന്ന തരത്തിൽ അഭ്യൂഹങ്ങൾ ഉയരുന്നുണ്ട് എന്ന് അയർലൻഡ് മാധ്യമമായ ദി ഐറിഷ് സ്റ്റാർ റിപ്പോർട്ട് ചെയ്യുന്നു. സംസാരിക്കുമ്പോൾ തൊട്ടുപിന്നിലിരിക്കുന്ന ആളിനെ തിരിച്ചറിയുന്നതിലെ ബുദ്ധിമുട്ട്, ട്രംപിന്റെ തന്നെ ബന്ധുക്കൾ ഉയർത്തുന്ന ആശങ്ക, വാക്കുകളിൽ പലപ്പോഴും സംഭവിക്കുന്ന ഇടർച്ച എന്നിവയെല്ലാം ചൂണ്ടിക്കാട്ടിയാണ് റിപ്പോർട്ട്. ക്ഷിപ്രകോപിയായ ട്രംപിന് ഡിമെൻഷ്യ കൂടി വന്നാലുള്ള അവസ്ഥ എന്താകും? ഇനി അവർ കൂടുതൽ സമയം പ്രഥമ വനിത എന്ന നിലയിൽ ട്രംപിന്റെ സഹായത്തിന് ഉണ്ടാകണമെന്നും മാധ്യമങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ ഈ സമയത്ത് തന്നെയാണ് മെലാനിയയെ സംബന്ധിച്ച് പുതിയ വിവാദങ്ങൾ ഉണ്ടാകുന്നത്.